ഓക്കെ. അപ്പോൾ ഈ ഒരു 2023 നിങ്ങൾ iPhone 12 പ്രോയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ അവസാനം വരെ കാണുക. പിന്നെ നമ്മുടെ ചാനലിൽ കുറച്ചധികം നാളായിട്ട് വീഡിയോസിന് ഡിലേസും കാര്യങ്ങളൊക്കെ വന്നു. കുറച്ചധികം ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇനി മുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. സോ 12 പ്രോ നിങ്ങൾ ഈ ഒരു വർഷം നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ടാണ് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. സോ ടൈം വേസ്റ്റ് ഡയറക്റ്റ് നമുക്ക് വീഡിയോ ഇട്ടെടുക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ iPhone 12 അതുപോലെ തന്നെ iPhone 13 ഈ രണ്ട് ഫോൺസിൻ്റെയും ഡിസ്പ്ലേയും ഈ ഒരു 12 പ്രോയുടെ ഡിസ്പ്ലേ തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. എക്സാക്ട് സെയിം ഡിസ്പ്ലേ ആണ്. സൂപ്പർ റെറ്റിന XDR OLED ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു 12 പ്രോ എന്ന് പറഞ്ഞ ഡിവൈസിന് യൂസ് ചെയ്തിരിക്കുന്നത്. 6.1 ഇഞ്ചാണ് ഈ ഒരു ഫോണിൻ്റെ സൈസ് വരുന്നത്. നമ്മൾ പ്രോ മാക്സ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴാണ് 6.7 ഇഞ്ചിൻ്റെ സൈസ് വരുന്നത്. 800 നിറ്റ്സാണ് ഈ ഒരു ഫോണിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നത്. അതുപോലെ തന്നെ 1200 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സോ നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസിന് നമുക്ക് കിട്ടുന്നത്. എസ്പെഷ്യലി സൺലൈറ്റൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ ഔട്ട്ഡോർ യൂസ് ചെയ്യണമെങ്കിലും അത്യാവശ്യം വിസിബിളാണ്. സ്ക്രീൻ നന്നായിട്ട് വിസിബിൾ ആവുന്ന തരത്തിലുള്ള ഒരു ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി മീഡിയ ഔട്ട്പുട്ടിൻ്റെ കാര്യം അല്ലെങ്കിൽ മീഡിയ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു കളർ കാലിബ്രേഷനും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. നമുക്ക് iPhone 13 കിട്ടുന്ന ആ ഒരു സെയിം ഡിസ്പ്ലേ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു 12 പ്രോയിലും കിട്ടുന്നതായിരിക്കും. ഓവറോൾ iPhone 12 പ്രോയുടെ ഡിസ്പ്ലേ എങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ iPhone 12 പ്രോ എടുത്തു 13 എടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ 13ൻ്റെ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് കിട്ടില്ലയോ എന്ന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം 13ലുള്ള അതേ സ്ക്രീൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. സോ ആ ഒരു സെയിം ഡിസ്പ്ലേ എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോണിലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഡിസ്പ്ലേയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഒരു ഇഷ്യൂയും കാര്യങ്ങളൊന്നും നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ഈ ഒരു ഫോണിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ അധികം അങ്ങനെ വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. ആകെ ഒരു വ്യത്യാസം എന്ന് പറയാനുള്ളത് ആ ഒരു ക്യാമറ മൊഡ്യൂളാണ്. നമുക്കറിയാം iPhoneൻ്റെ പ്രോ സീരീസ് തൊട്ടാണ് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നത്. സോ ബിൽറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ആ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉണ്ടെന്നുള്ള ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എക്സാക്റ്റ് നമ്മൾ 12ലും 13ലും കണ്ട സെയിം ബിൽറ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗോറില്ല ഗ്ലാസിന് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 189 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. IP68ൻ്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൂഫ് റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അണ്ടർ വാട്ടർ വീഡിയോസും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ഈ ഒരു ഫോൺ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അവിടെ ഒന്നും ഇഷ്യൂയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽറ്റ് വൈസ് നോക്കുവാണെങ്കിൽ ആ ഒരു ഇൻഹാൻഡ് ഫീലൊക്കെ സെയിം 13ഉം 12ഉം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സോ അവിടെയും ഒരു പോരായ്മ ഈ ഒരു ഡിവൈസിൽ നിന്ന് വരുന്നില്ല. ഇനി ഈ ഒരു iPhone 12 പ്രോയുടെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരുമ്പോൾ എനിക്ക് പറയാനുള്ളത് iPhone 12 യൂസേഴ്സിൻ്റെ അടുത്താണ്. ഇപ്പോൾ നിങ്ങൾ 12 പ്രോയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസിൻ്റെ പെർഫോമൻസ് വൈസ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അല്ലെങ്കിൽ 12ഉം 12 പ്രോയും തമ്മിൽ പെർഫോമൻസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള പെർഫോമൻസ് ചേഞ്ച് ഒന്നും വരുന്നില്ല 12 പ്രോയിൽ. കാരണം 12ലുള്ള അതേ A14 ബയോണിക് ചിപ്പാണ് ഈ ഒരു ഡിവൈസിനും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആകെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 6GB റാം കിട്ടുന്നുണ്ട്. അപ്പോൾ iPhone 12ൽ 4GB റാം ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 6GB റാം കിട്ടുന്നുണ്ട്. സോ പെർഫോമൻസ് എല്ലാം സെയിം നമുക്ക് 12ൽ കിട്ടുന്ന അതേ പെർഫോമൻസ് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. നല്ലൊരു ഹെവി ഗെയിമിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡിവൈസിൽ നിന്നും കിട്ടുന്നുണ്ട്. ഗെയിം എക്സ്പീരിയൻസിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. ഇനി ഈ ഒരു ഡിവൈസിൻ്റെ പെർഫോമൻസ് 13 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം പെർഫോമൻസ് ആണ്. 13ൽ നിങ്ങൾക്ക് കിട്ടുന്ന അതേ പെർഫോമൻസ് തന്നെ ഈ ഒരു ചിപ്പ് കിട്ടും. അവിടെ A15 ആണ്, ഇവിടെ A14 ആണ് എന്ന് വെച്ച് പെർഫോമൻസിലൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസം വരുന്നില്ല. ഓൾമോസ്റ്റ് സെയിം പെർഫോമൻസ് ആണ്. സോ നിങ്ങളിപ്പോൾ ഒരു 12 യൂസറാണ് എങ്കിൽ ഒരു അപ്ഗ്രേഡിൻ്റെ ആവശ്യം പെർഫോമൻസ് വൈസ് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളിഷ്ടം. നിങ്ങൾക്കിപ്പോൾ പ്രൈസ് കുറഞ്ഞ് ഈ ഒരു 12 പ്രോ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. സോ എനിവേ നല്ലൊരു പെർഫോമൻസ് തന്നെ ഈ ഒരു ഫോൺ എനിക്ക് തരുന്നുണ്ട്. അവിടെ ഒന്നും ഇഷ്യൂയും കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരു iPhone പ്രോ സീരീസ് തൊട്ടാണ് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നത്. സോ ഒബ്വിയസ്ലി ഈ ഒരു 12 പ്രോയിലും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നൽകിയിട്ടുള്ളത്. 12 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ അതുപോലെ തന്നെ ഒരു ടെലിഫോട്ടോ ലെൻസും ഒരു അൾട്രാവൈഡ് ലെൻസും ഈ ഒരു ഡിവൈസിൽ നൽകിയിട്ടുണ്ട്. പിന്നെ OSൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്റ്റെബിലൈസ്ഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫോൺ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി എങ്ങനെയുണ്ട് ഫോട്ടോസ് ആൻഡ് വീഡിയോ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഫോട്ടോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നല്ലൊരു ഫോട്ടോ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിപ്പോൾ നാച്ചുറൽ ലൈറ്റ് ആയാലും ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആയാലും നല്ല രീതിക്കുള്ള ഫോട്ടോ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിവൈസിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. സോ ഞാൻ കുറച്ച് സാമ്പിൾസ് ഷെയർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.
ഇപ്പോൾ കളർ കാലിബ്രേഷൻ ആണെങ്കിലും ഓവറായിട്ടുള്ള ഒരു ട്യൂണിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല. നാച്ചുറലായിട്ടുള്ള നമ്മളെങ്ങനെയാണോ ആ ഒരു ഒബ്ജക്റ്റ് കാണുന്നത് അതേപോലത്തെ ആ ഒരു ഫോട്ടോ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ 4K 60 FPS ആണ് മാക്സിമം റിയർ ക്യാമറ സപ്പോർട്ട് വരുന്നത്. സോ നല്ലൊരു വീഡിയോ ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് എസ്പെഷ്യലി ഐഫോൺസ്, ഇപ്പോൾ ഏത് ഐഫോൺ ആണെങ്കിലും ഫോട്ടോസിനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ ആ ഒരു വീഡിയോ പെർഫോമൻസ് ആണ്. ഒരു കോംപ്രമൈസും ഇല്ല, നല്ലൊരു അടിപൊളി വീഡിയോ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ ഇവിടെ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട് ഒരു വീഡിയോ സാമ്പിൾ കണ്ടു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. നമുക്ക് 12 കിട്ടുന്ന പെർഫോമൻസ് തന്നെ നമുക്ക് ക്യാമറയിൽ ഇവിടെയും കിട്ടുന്നുണ്ട്. സോ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാമറ എക്സ്ട്രാ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. സോ അതല്ലാതെ ക്യാമറയിൽ 12 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ക്യാമറ ഔട്ട്പുട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ വ്ളോഗിങ് പർപ്പസിനാണെങ്കിലും എന്ത് പർപ്പസിനാണെങ്കിലും ബെറ്റർ ക്യാമറ തന്നെ ഈ ഒരു ഫോണിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഏതൊരു ഫോണായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ആസ്പെക്റ്റാണ് ബാറ്ററി എന്ന് പറയുന്നത്. സോ ഈ ഒരു iPhone 12 Proയുടെ ബാറ്ററിയിലായിട്ട് നോക്കുകയാണെങ്കിൽ 2815 mAh ബാറ്ററിയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. iPhone 12ലും ഈ ഒരു സെയിം ബാറ്ററി തന്നെയായിരുന്നു നൽകിയിട്ടുണ്ടായത്. ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി ബാക്കപ്പ് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു നോർമൽ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 8 to 10 hours വരെ 100ൽ നിന്ന് 0 വരെ കിട്ടുന്നുണ്ടാവും. സോ ഞാനൊരു ഹെവി യൂസർ ആയതുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു 5 to 6 മണിക്കൂറാണ് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നത്. സോ എനിക്ക് 12 യൂസ് ചെയ്തപ്പോഴും ആ ഒരു സെയിം ലെവലിലാണ് ബാറ്ററി ബാക്കപ്പ് ഹെവി യൂസർ ആയതുകൊണ്ട് കിട്ടിയത്. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 2 തവണയെങ്കിലും ചാർജ് ഇടുന്നതായിട്ട് വരും. നിങ്ങൾ നോർമൽ യൂസർ ആണെങ്കിൽ ഒറ്റ ചാർജ് കൊണ്ട് തന്നെ വേണമെങ്കിൽ ഒരു ദിവസം ഫുള്ള് നിങ്ങൾക്കും യൂസ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി തന്നെ കിട്ടുന്നുണ്ടാവും. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു iPhone 12 Proയുടെ പ്രൈസിങ്ങിനായിട്ട് വരാം. അതിനു മുമ്പ് ഈ ഒരു iPhone 12 Pro എന്ന് പറഞ്ഞ ഡിവൈസ് ഫ്രഷ് വേരിയൻറ്റ് ഇപ്പോൾ അവൈലബിൾ അല്ല, കാരണം അതിൻ്റെ സെയിൽസും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ iPhone 12 Pro എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ റീഫർബിഷ്ഡ് അല്ലെങ്കിൽ ഇതുപോലെ യൂസർ ഐഫോൺസും കാര്യങ്ങളൊക്കെ ആയിരിക്കും എടുക്കാനായിട്ട് പറ്റുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ സ്റ്റോക്ക് വരുമോ എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. സോ ഇപ്പം നിലവിൽ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് ഫ്രഷ് പീസൊക്കെ. അപ്പോൾ ഫ്രഷ് പീസ് കൊടുത്തുകൊണ്ടിരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 79,000 രൂപയാണ് നമ്മുടെ 128 GB വേരിയൻറ്റിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾക്ക് അതിലും കുറഞ്ഞ പ്രൈസിൽ എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു iPhone 12 Pro എന്ന് പറയുന്നത്. സോ 12 യൂസർ ഒരു അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും വേണ്ട. 12 യൂസർ നിങ്ങൾ 13ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നോക്കുക. ഒരിക്കലും 12 Proയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം 12ഉം 12 Proയും തമ്മിൽ അധികം വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ 12 യൂസർ ആണെങ്കിൽ 13ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ 2023 12 Pro ബെസ്റ്റ് ഒരു ഓപ്ഷൻ തന്നെയാണ്. നല്ലൊരു ഫോണാണ്, അധികം ഡ്രോബാക്സും കാര്യങ്ങളൊന്നുമില്ല, നന്നായി സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഫോണാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അവിടെയൊന്നും ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ എൻ്റെ ഒരു സജഷനാണ്, നിങ്ങളിപ്പോൾ 12 Pro എടുക്കാൻ നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ 12 Proനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും നമ്മുടെ 13 സീരീസ് വരുന്നത്. സോ 13 സീരീസ് നിങ്ങൾ കൺസിഡർ ചെയ്യാം, കാരണം അവിടെയും നമുക്ക് 128 GB തന്നെയാണ് സ്റ്റാർട്ടിങ് വേരിയൻറ്റ് വരുന്നത്. കാരണം കുറച്ചുകൂടെ അധികം ഫ്യൂച്ചേഴ്സ് 13 സീരീസിൽ വരുന്നുണ്ട്. എക്സ്പെഷ്യലി iPhone 13ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് സിനിമാറ്റിക് മോഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫ്യൂച്ചർ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ 12 Proനേക്കാളും 13 എടുക്കാനായിട്ട് ശ്രമിക്കും. നിങ്ങൾ നിലവിലൊരു 12 Pro യൂസർ ആണെങ്കിൽ 13ലേക്ക് ഒരു അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരാവശ്യമൊന്നുമില്ല, കാരണം വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ 12 Pro നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ 13ലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന ആവശ്യമില്ല. 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞിട്ട് ഒരു അപ്ഗ്രേഡിലായിട്ട് നോക്കിയാൽ മതി. സോ ഇതൊക്കെയാണ് ഈ ഒരു 2023 iPhone 12 Proനെ പറ്റി പറയാനുള്ളത്. സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ കാണുന്നതായിരിക്കും. ദിസ് യുവർ ഫ്രണ്ട് സൈനിങ് ഔട്ട് ഫ്രം ടെക്കി സ്പോർട്ട്. ഗുഡ് ബൈ.